മക്കളുടെ അടുത്തുനിന്ന് ഒരു 4 സ്ട്രോബെറി ഞാൻ അടിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 3 എഗ്ഗിനെ എടുത്തിട്ട് വൈറ്റും യോക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഒരു എഗ്ഗിൻ്റെ യോക്കിനകത്തേക്ക് ഒരു 3/4 ടീസ്പൂണോളം പൈനാപ്പിൾ എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ കുറച്ച് ഷുഗർ പൗഡറാണ് കേട്ടോ. മൊത്തത്തിൽ ഒരു 3/4 കപ്പ് ഷുഗർ പൗഡറാണ് എടുത്തിട്ടുള്ളത്. പകുതി എഗ്ഗിൻ്റെ യോക്കിനകത്തും പകുതി എഗ്ഗിൻ്റെ വൈറ്റിനകത്തും ചേർത്തിട്ടുണ്ട്. ഇനി എഗ്ഗിൻ്റെ വൈറ്റിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അതുപോലെ വൈറ്റ് കളറിലായി വരുന്ന സമയത്ത് ആ ഒരു ഷുഗർ പൗഡറും കൂടെ നമുക്ക് മൊത്തമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു എഗ്ഗിൻ്റെ യോക്കിൻ്റെ മിക്സും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഫസ്റ്റിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ്, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഞാനിവിടെ മൈദയും ബേക്കിംഗ് പൗഡറുമാണ് കേട്ടോ. 3/4 കപ്പ് മൈദയും അതേപോലെ തന്നെ 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ 3 തവണ അരിച്ച് വെച്ചതാണ്. വീണ്ടും അരിച്ചു കൊടുത്ത് ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ബാറ്റർ ഒന്ന് ടൈറ്റ് ആവുന്ന സമയത്ത് അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതല്ലെങ്കിൽ പാല് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു സ്ട്രോബെറിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് കപ്പ് കേക്കിൻ്റെ മോൾഡിനകത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഓരോ ടേബിൾ സ്പൂണോളം ആ ഒരു ബാറ്റർ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് മുഴുവനും ആ ഒരു ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി വന്നിട്ടില്ല. വേറെ കുറച്ച് കേക്കും കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് കുറച്ച് ഗാർണിഷും കൂടെ ചെയ്ത് കൊടുക്കാം ആ ഒരു സ്ട്രോബെറി കൊണ്ട് തന്നെ. എന്നിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് 180 ഡിഗ്രിയിൽ ഒരു 25 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും നമ്മുടെ കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുതേ.